ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മൈൻ ചെയ്യുകയും KYC എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ വന്നിട്ട് എക്സ് പോർട്ടലിൽ വിഡ്രോ ലഭിച്ചിരിക്കുന്ന DRX ടോക്കൺ വന്നിട്ട് 17-ാം തീയതി ട്രേഡിംഗ് ആരംഭിക്കുകയാണ്. Get.oയിലും അതുപോലെ തന്നെ ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ചിലുമാണ് ഇതൊരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുള്ളത് 11 AM UTC. പക്ഷേ അതിനു മുമ്പ് 2 മണിക്കൂറിന് മുമ്പ് 9 AM UTCയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ എക്സ് പോർട്ടലിൽ നമുക്ക് സ്വാപ്പ് ചെയ്യാൻ കഴിയും. സ്വാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അവരുടെ മെയിൻ ടോക്കൺസ് ഈ EDLG എന്ന് പറയുന്ന ഈ ടോക്കൺസ് നമുക്ക് ബൈ ചെയ്യേണ്ടതുണ്ട്. എല്ലാ എക്സ്ചേഞ്ചുകളിലും ഉണ്ട്. എക്സ്ചേഞ്ചുകളിൽ നിന്ന് നിങ്ങൾ ബൈ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ് പോർട്ടലിലേക്ക് കൊണ്ടുവരിക. അവിടെ കൊണ്ടുവന്നതിന് ശേഷം സ്വാപ്പ് ചെയ്യുക. നേരെ നമുക്ക് എക്സ് പോർട്ടലിലേക്ക് നമുക്ക് പോകാം. ഞാൻ ആൾറെഡി കുറച്ച് പോയിൻ്റ് ടു ടോക്കൺ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. $0.2 എനിക്കൊരു $5-6 ടോക്കൺസ് ഞാനിവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ സ്വാപ്പ് ചെയ്യാം. ഇതിൽ സ്വാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൻഡ് റിസീവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതോടൊപ്പം തന്നെ സെക്കൻഡ് ഈ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ കാണുന്ന ഇവിടെ സെലക്ട് എന്ന് പറയുന്ന ഇവിടെ നിങ്ങൾ സെർച്ച് ചെയ്യുക DRX എന്ന് പറഞ്ഞ ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ടോക്കൺ ഇവിടെ വരും. ഇപ്പോൾ ഇത് അവൈലബിൾ അല്ല. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് USDCയിലേക്ക് മാറ്റാം. അല്ല എങ്കിൽ ഇവരുടെ മെയിൻ ടോക്കണായിട്ടുള്ള EGLD ടോക്കണിലേക്ക് മാറ്റാം. ഈ 2 ടോക്കണിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാസ് ഫീ വേണ്ടി വരും. അത് നിങ്ങൾ സ്റ്റോർ ചെയ്യുക. ഗ്യാസ് ഫീ എന്ന് പറയുമ്പോൾ ഒരു 5 രൂപയുടേത് പോലും വേണ്ട. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് സ്റ്റോർ ചെയ്തതിന് ശേഷം ഇവിടെ ഇത് സെലക്ട് ചെയ്താൽ മതി. ഏതെങ്കിലും ഇപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്യുകയാണ്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇതിലേക്ക് ഇങ്ങോട്ട് സ്വാപ്പ് ചെയ്യാൻ കഴിയും. അപ്പം കൺവേർട്ട് ചെയ്യാൻ കഴിയും. ഇത് 2 മണിക്കൂറിന് മുമ്പുണ്ട്. ബൈ ചാൻസ് ഇവിടെ റേറ്റ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ തന്നെ നിങ്ങൾ സെല്ല് ചെയ്യാൻ ശ്രമിക്കുക. അതല്ല എങ്കിൽ ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ചിലേക്ക് നമ്മൾ വിഡ്രോ ചെയ്യുക. ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ചിലേക്ക് വിഡ്രോ ചെയ്യേണ്ടതിൻ്റെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഇല്ല എന്ന് കരുതുന്നു. എക്സ്ചേഞ്ചിലേക്ക് പോവുക. എക്സ്ചേഞ്ചിൽ പോയിട്ട് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക. ജസ്റ്റ് അതുകൂടെ നോക്കാം. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ചാണ്. ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അസറ്റിലേക്ക് വരിക. ഡിപ്പോസിറ്റ് കൊടുക്കുക. ഡിപ്പോസിറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾ സെർച്ച് ചെയ്യുക DRX ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് വരുന്നില്ല. അപ്പോൾ ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ചിൽ ഞാനത് നോക്കിയിട്ട് കണ്ടില്ല. ഇപ്പോൾ ഇത് എൻ്റെ Get.io ആണ്. Get.ioയിൽ ഈ DRX ഇവിടെ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് വന്നിട്ട് ഈ നെറ്റ്വർക്ക് കണ്ടതിന് ശേഷം ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, നമുക്ക് സെൻഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഈ അഡ്രസ്സിലേക്ക്. ഇപ്പോൾ ഇത് ഡിപ്പോസിറ്റ് ആരംഭിച്ചിട്ടില്ല. ഡിപ്പോസിറ്റ് ആരംഭിക്കുന്ന ഒരു ടൈമിൽ ഇവിടെ നിന്ന് അഡ്രസ്സ് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക. അഡ്രസ്സ് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് സെൻഡ് ചെയ്യാൻ കഴിയും. അത് ഡിപ്പോസിറ്റ് ഓപ്പൺ ആകുന്ന ഒരു ടൈമിൽ ഞാൻ ടെലഗ്രാമിൽ അറിയിക്കും. എനിക്കൊന്ന് 17-ാം തീയതി 1 AM UTCയോട് കൂടിയാണ് എൻ്റെ ഡിപ്പോസിറ്റ് ആരംഭിക്കുന്നത് എന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്കൊന്ന് നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ഇതിലായിരിക്കും. ഈ കാണുന്ന അഡ്രസ്സ് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇത് ഡിപ്പോസിറ്റ് ചെയ്യുക. ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം ഡിപ്പോസിറ്റ് ചെയ്യുന്നില്ല. എന്താണ് അവിടെ സ്വാപ്പ് ചെയ്യാൻ കഴിയും. അവിടെയാണ് വില കൂടുതലെങ്കിൽ അവിടെ മാക്സിമം ഞാൻ സ്വാപ്പ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ഒരു അപ്ഡേറ്റിലേക്ക് പോകാം. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ബാക്കിയുള്ള അപ്ഡേറ്റുകൾ ടെലഗ്രാമിൽ ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ കണ്ട ഒരു അപ്ഡേറ്റാണ് നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരുന്ന ഹോട്ട് പ്രോട്ടോകോൾ. വളരെ കുറച്ച് കോയിൻസേ ഉള്ളൂ. എനിക്കൊന്ന് ഒരു 8-9 മാസത്തിന് കൂടുതലായി. എനിക്കൊരു 100-110 ടോക്കണാണ് ആകെ ഉള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് എൻ്റെ മൈനിങ് അവസാനിക്കുകയാണ്. ഉടനെ തന്നെ അതിൻ്റെ അനൗൺസ്മെൻറ്റ് വരും. അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം പിന്നെ എങ്ങനെയാണ് വിഡ്രോ ട്രേഡിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ പാവ്സ് നെറ്റ്വർക്കിൽ കഴിഞ്ഞ ദിവസം കുറച്ച് ടാസ്കുകൾ വന്നായിരുന്നു. ഞാൻ ടെലഗ്രാമിൽ ഇട്ടിരുന്നു. ടെലഗ്രാം മസ്റ്റായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൽ ആണ് അപ്ഡേറ്റുകൾ വീഡിയോ ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇടുന്നത്. അപ്പോൾ ഈ അപ്ഡേറ്റുകൾ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി ചെയ്യുക. ഇത് വന്നിട്ട് സൊലാന ബ്ലോക്ക് ചെയിനിലാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം ഇവരുടെ ഒരു അപ്ഡേറ്റ് കണ്ടായിരുന്നു. സൊലാന ബ്ലോക്ക് ചെയിനിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല വാല്യൂ വരുമെന്നാണ് കരുതുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സൂസ്നെറ്റിൽ വന്നിട്ട് ടെലഗ്രാം ബോട്ടുണ്ട്. ടെലഗ്രാം ബോട്ടിൽ അവർ പറയുന്നത് ജീര എന്ന് പറയുന്ന ഒരു NFT അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഇതിൻ്റെ ടെലഗ്രാം ബോട്ടിലേക്ക് പോയത് അധികം ആരും ഇത് ജോയിൻ ചെയ്തിട്ടില്ല. എങ്കിലും ജോയിൻ ചെയ്തവർക്ക് വേണ്ടി ഞാനിത് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ടെലഗ്രാം ബോട്ട് ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നമ്മൾ നോർമൽ മൈനിങ് ചെയ്യുന്നത് പോലെ തന്നെ ഇതിൻ്റെ
പോയിൻ്റ് കാണും. പക്ഷേ ഇവിടത്തെ പോയിൻറ്റും നമ്മൾ ആപ്ലിക്കേഷനിൽ മൈൻ ചെയ്യുന്നതും വ്യത്യസ്തമാണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. APK ഇതിൽ എത്രയാണ് ഇതുവരെ സർക്കുലേഷൻ സപ്ലൈ, അതുപോലെ തന്നെ ഇവിടെ എത്ര മൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും. പിന്നെ വന്നിട്ട് ഇതിൽ ഏറ്റവും താഴെ ടാസ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ടാസ്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ക്ലെയിം ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യേണ്ട ഒന്നാണ്. പിന്നെ ഇതിൽ കുറച്ചുകൂടെ സ്ക്രോൾ ചെയ്തതിന് ശേഷം ഇതിൽ ഈ ബൈൻഡ് ചെയ്യാനുള്ള ഇതൊക്കെ ബൈൻഡ് ചെയ്യുക. ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിൽ ഒരു കാർഡ് എന്ന് പറയുന്നത് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഞാനിത് കഴിഞ്ഞ ദിവസം ഈ അനൗൺസ്മെൻറ്റ് കണ്ടപ്പോഴാണ് വാസ്തവത്തിൽ ഇത് ചെക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇത് ഒരു NFT ആണ്, ഇവർ തരുന്ന ഒരു NFT ആണ്. അപ്പോൾ ഞാൻ ഒരു കാർഡ് ഞാനിത് കളക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത രണ്ടാമത്തെ കാർഡ് നമുക്കിതിങ്ങനെ ഈ കാർഡുകളെല്ലാം നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയും. ഇത് വേറെ ഫീ ഒന്നും കൊടുക്കേണ്ട, ടോൺ ട്രാൻസാക്ഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. പക്ഷേ ഇതിൽ വന്നിട്ട് എല്ലാ മൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പും ഒരു ട്രാൻസാക്ഷൻ നടത്തണം. നമ്മൾ തമ്മിലൊരു ട്രാൻസാക്ഷൻ നടത്തണം, ആരുമായിട്ടെങ്കിലും. അപ്പോൾ അങ്ങനെ ട്രാൻസാക്ഷൻ നടത്തിയതിന് ശേഷം മാത്രമേ നിങ്ങളിത് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാവൂ. ഇതും ലിസ്റ്റ് ആകും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഒരു അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം. നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓവർ ടോക്കൺ വന്നിട്ട് അടുത്തൊരു MEXC ഗ്ലോബലിലൂടെ ലിസ്റ്റിങ്ങിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഈ പാവ്സിൻ്റെ ഇത് KuCoin അവർ പറഞ്ഞിരിക്കുകയാണ്, ടേക്ക് എ ഗസ് വാട്ട്സ് ദിസ് കോയിൻ. ഈ കോയിൻ ഏതാണ് നമുക്കറിയാം, നമ്മളിത് മൈൻ ചെയ്തുകൊണ്ട് നമുക്കറിയാം. ഓക്കെ, പിന്നെ കണ്ട ഒരു അപ്ഡേറ്റ്, നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം ടോണിൽ വന്നിട്ട് പുതിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് വന്നിട്ട് അവരുടെ വാച്ച്, ഇതുവരെ വാച്ച് നമ്മൾ മൈൻ ചെയ്തിട്ടില്ല, പോയിൻറ്റ്സാണ് മൈൻ ചെയ്തുകൊണ്ടിരുന്നത്. വാച്ച് അത് മൈൻ ചെയ്യാൻ അല്ലെങ്കിൽ കളക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. എനിക്കൊന്ന് അല്പം ഇത് ടോൺ ട്രാൻസാക്ഷനൊക്കെ നടത്തണം. അപ്പോൾ എങ്ങനെയാണെന്നുള്ളതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ നോക്കിയതിന് ശേഷം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാനിത് പൂർണ്ണമായിട്ടൊന്ന് കവർ ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ നിങ്ങൾ സീഡ് ടോക്കൺ മൈൻ ചെയ്യുന്നവരാണെങ്കിൽ സീഡിൽ വന്നിട്ട് KYC ഓപ്പൺ ആയിട്ടുണ്ട്. ഈ സീഡ് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇവരുടെ ഏകദേശം ബിനാൻസ് ഉൾപ്പെടെയുള്ള ഇതിൽ എക്സ്ചേഞ്ചിൽ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഡെയിലി ക്ലെയിം ചെയ്യുക. അതോടൊപ്പം തന്നെ രണ്ടാമത് ഏൺ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ KYC ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഞാൻ ആൾറെഡി അത് KYC ഒരു ഫേസ് വെരിഫിക്കേഷനാണ്, വെറും ഒരു ഫേസ് വെരിഫിക്കേഷൻ. അതുപോലെ തന്നെ രണ്ടാമത് ഈ കാണുന്ന ഇതിൽ കുറേ യൂട്യൂബ് വീഡിയോസ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ 4 പോയിൻ്റ് വെച്ച് കിട്ടുന്നുണ്ട്. ഈ പോയിൻ്റ് നിങ്ങൾ കളക്ട് ചെയ്യുക. വീഡിയോയിൽ നിങ്ങൾ പോയതിന് ശേഷം അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കീവേഡ് എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇട്ടേക്കും, അത് നിങ്ങൾ നോക്കിയതിന് ശേഷം വെരിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വിഡ്രോയിൽ വന്നിട്ട് ഇതിൻ്റെ OKX അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്ചേഞ്ചിലും ടെലഗ്രാം വാലറ്റിലും നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ വിഡ്രോ ഓപ്പൺ ആകുന്നതനുസരിച്ച് ഞാൻ അത് വീഡിയോ ചെയ്യും. ഇത് വലിയൊരു ഫോക്കസ് ഞാൻ ചെയ്ത ഒരു ടെലഗ്രാം ബോട്ടല്ല ഇത്. പിന്നെ വന്നിരിക്കുന്ന ഒരു അനൗൺസ്മെൻറ്റ് കണ്ടതാണ് ടൈം ഫാമിൽ വന്നിട്ട് ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കത് ബൈ സെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എനിക്കൊന്ന് ഒരു 2 ദിവസത്തോളം ആയി. അപ്പോൾ അതിൻ്റെ ട്വിറ്ററിൽ അനൗൺസ്മെൻ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ടൈം ഫാമിൻ്റെ ട്വിറ്റർ പേജ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു 2 ലിങ്ക് നമുക്ക് കാണാൻ കഴിയും. ഈ കാണുന്ന ഇതും അതുപോലെ തന്നെ താഴെ 2 ലിങ്കുകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഇത് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ബൈ സെയിൽ ചെയ്യാനുള്ള ഒരു ലിങ്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും. അതുപോലെ തന്നെ ബൈ ചെയ്യാനുള്ള ഇതാണ് മേളിൽ കാണുന്ന ലിങ്ക്. അപ്പോൾ ഇത് ഇവിടെ വന്നിട്ട് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എത്രയാണ് സെല്ല് ചെയ്യാനുള്ളത് അതിവിടെ നമുക്ക് വേണമെങ്കിൽ ഇടാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു ഇത് ചെയ്യാം, എന്താ പറയുക, ഇപ്പോൾ പൈയുടെയൊക്കെ സെല്ല് നടക്കുന്നത് പോലെ തന്നെ ഇതിൽ വേണമെങ്കിൽ അങ്ങനെ ഡീറ്റെയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സെല്ല് ചെയ്യാൻ കഴിയും. ഞാനിതിപ്പോൾ ആരും ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നില്ല, കാരണം എനിക്ക് തോന്നുന്നു ലിസ്റ്റ് ആയതിന് ശേഷമായിരിക്കും കൂടുതലും പ്രോഫിറ്റ്. അതുപോലെ തന്നെ ഇതിൽ വന്നിട്ട് ഇത് പലരും ഇട്ടിരിക്കുന്നു, ഒരു 1 ബില്യൺ പോയിൻറ്റ്സ് വന്നിട്ട് ഇവിടെ $30 സെല്ല് ചെയ്യാനിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ കുറേ പേര് ഇങ്ങനെ സെല്ല് ചെയ്യാനിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ചെയ്യണമെങ്കിൽ ഒത്തിരി ലെങ്തി ആയി പോകും. അപ്പോൾ നമുക്ക് ഇതെന്തായാലും പിന്നീട് നമുക്ക് സെല്ല് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. ഓക്കെ, ലാസ്റ്റ് ഒരു അപ്ഡേറ്റ് കൂടെ പറഞ്ഞ് വീഡിയോ ഞാൻ ബൈൻഡപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ വന്നിട്ട് നമുക്ക് ഈ ഓവർ ടോക്കൺ വന്നിട്ട് ഇന്ന് വന്നിട്ട് 1 UTC
നമുക്ക് വിഡ്രോ ഓപ്പൺ ആകുമെന്നാണ് പറയുന്നത്. ഇതുവരെ ഇവിടെ ബാലൻസ് ഒന്നും കണ്ടു തുടങ്ങിയിട്ടില്ല. ബാലൻസ് ഇവിടെ ഞാൻ ഒന്നുകൂടെ ആപ്ലിക്കേഷനൊന്ന് അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് നോക്കിയതിന് ശേഷം ബാലൻസ് വരുന്നതനുസരിച്ച് ഞാനിത് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ടെലഗ്രാമിലിടും, വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തവർക്ക് വേണ്ടി നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. നിങ്ങൾ ഡോക്ടർ എക്സൽ കണ്ടിന്യൂസ്ലി മൈൻ ചെയ്ത് ടോക്കൺസ് ഹോൾഡ് ചെയ്യുന്നവരാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ EGLD ടോക്കൺ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി ഗ്യാസ് ഫീ ഇല്ല. ഗ്യാസ് ഫീ ഇല്ലാത്തവരെന്ത് ചെയ്യുക, ഞാൻ ഡിസ്ക്രിപ്ഷനിലൊരു എൻ്റെ ഒരു വാട്സപ്പിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. നിങ്ങളുടെ എന്താ പറയുക, ഇതിൻ്റെ റെഫറലോ അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ഈ പേജിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ ഇടുക. ഇട്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ അഡ്രസ്സ് കൂടെ അതിൻ്റെ താഴെ അയയ്ക്കുക. അപ്പോൾ ഇത് വന്നിട്ട് ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് മണിക്കൂറുകൾ മാത്രം, ഇത് ലിസ്റ്റ് ആകുന്ന ആ ഒരു ടൈം വരെയാണ് ഈ ഒരു ഓഫർ ചെയ്തിരിക്കുക. ചെറിയൊരു ഗ്യാസ് ഫീകൾ ആദ്യം അയക്കുന്ന ഒരു 10-20 പേരോളം പേർക്ക് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗ്യാസ് ഫീ സെൻഡ് ചെയ്യും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഫ്രീ ആയിട്ടുള്ള ഏണിങ്സിൻ്റെ, ക്രിപ്റ്റോ റിലേറ്റഡ് ഏണിങ്സിൻ്റെ റെഗുലർ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.